എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 5 അർദ്ധവരണം ഭാഗം 2 കടക്കുകയാണ്. മഞ്ചിരമഞ്ജുമണി സിഞ്ചിത പാദപത്മ കഞ്ചായതാക്ഷകരുണാകര കഞ്ചനാപാം സഞ്ജീവനൗഷധസുധാമയ സാധുരമ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. ഈശ്വരനിൽ നിന്നാണല്ലോ സകല ലോകങ്ങളും അവയിലെല്ലാമുള്ള ജീവജാലങ്ങളും അവയുടെ ജീവിതവും ഉയർന്നു വരുന്നത്. ഇതിനെയെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം, ആർക്കും മാറ്റിമറിക്കാനാവാത്ത നിയതമായൊരു വ്യവസ്ഥ അതിനുണ്ടെന്ന്. ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ആകെയുള്ള വ്യവസ്ഥയിൽ നിന്നും വേർപെടുത്തി കാണാനാവാത്ത തരത്തിൽ സ്വന്തം അസ്തിത്വത്തെയും ജീവിതത്തെയും കാണുമ്പോൾ ജീവിതത്തിനാകെ കൂടി അതിൻ്റേതായ ഒരു താളക്രമവും അഴകും ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ താളക്രമത്തിൻ്റെയും അഴകിൻ്റെയും സ്വഭാവം മനുഷ്യ മനസ്സിന് ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. മനുഷ്യ മനസ്സ് പോലും ആ താളക്രമവും അഴകുമുള്ള വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇത്തരത്തിൽ ഈശ്വര സ്വരൂപത്തെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുന്ന കാവ്യ മർമ്മജ്ഞന്മാർ ഭാവന ചെയ്യുന്നത് രത്നത്തരികളിട്ട നൂപുരം ഭഗവാൻ കാലിൽ അണിഞ്ഞിരിക്കുന്നതായിട്ടാണ്. അത് നിരന്തരം കിലുകിലനാദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതത്തിന് ആകെ കൂടി അതിൻ്റേതായ ഒരഴകുണ്ട് എന്നതുകൊണ്ടാണ് ഭഗവാന്റെ കണ്ണിനെ താമര ഇതൾ പോലെ അഴകുള്ളതായി കാണാൻ ഇടവരുന്നത്. ഭഗവാന്റെ കണ്ണ് സാധാരണ കണ്ണല്ല, അത് കണ്ണുകൾക്കെല്ലാം കണ്ണാണ്. ജീവിത വ്യവസ്ഥയെയും അതിൻ്റെ അഴകിനെയും ആകവേ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണാണ്. അങ്ങനെയാണ് കഞ്ചായതാക്ഷനായത്. ജീവിതത്തെ ഇപ്പറഞ്ഞ തരത്തിൽ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവൻ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാന്തി രസമുണ്ട്. സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉറവിടവും ഈശ്വരൻ തന്നെയാണെന്ന് കാണാം. ഈശ്വരൻ്റെ കാരുണ്യം തന്നെയാണ് ശാന്തിയായും നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. എപ്പോഴും കാരുണ്യത്തിൻ്റെ ആകരണമാണ്, വിള നിലമാണ്. നാഭിയിൽ ഒരു താമര വളർന്നുവെന്നും ആ താമരയിലാണ് പ്രപഞ്ച സ്രഷ്ടാവായ നാൻമുഖൻ്റെ ഇരിപ്പെന്നുമാണ് കഥ. പരമ്പൊരുളിനെയും അതിൻ്റെ ക്രിയാത്മകതയെയും കേന്ദ്രമാക്കിക്കൊണ്ടല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാകാനോ നിലനിൽക്കാനോ സാധിക്കുകയില്ല. എന്ന് സാധിക്കത്തില്ല എന്ന് കാണിക്കുന്നതാണ് നാഭിയിൽ വളർന്നു നിൽക്കുന്ന ആ താമര. നിന്നിൽ നിന്നും ജാതനമായ പ്രപഞ്ചത്തിന് അതിൻ്റേതായ അഴകുണ്ടെന്ന് കാണിക്കുന്നതാണ് താമരയും അതിലിരിക്കുന്ന ബ്രഹ്മാവും. എല്ലാവർക്കും മരണത്തെ ഭയമാണ്. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു നേട്ടമില്ലെന്ന് എല്ലാവരും കരുതുന്നു. മരണത്തിൽ നിന്നും വാസ്തവത്തിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ജനന മരണങ്ങളില്ലാത്ത സത്യത്തിൽ നിന്നും വേറല്ല ഞാൻ എന്ന് ഓരോരുത്തരും അറിയുകയാണ്. ജനിച്ചിട്ട് മരിക്കാതിരിക്കുന്നതിലുള്ള സന്തോഷമല്ല അപ്പോഴുണ്ടാകുന്നത്. ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തതും ഒരിക്കലും മരിക്കാത്തതുമായ സുധാമയനാണ് ഞാൻ, അമൃതാണ് ഞാൻ എന്ന അനുഭവമാണത്. അത്തരത്തിലാണ് ഭഗവാൻ സഞ്ജീവന ഔഷധനായിരിക്കുന്നത്. ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ വേണം സാധുക്കൾ അഥവാ നല്ലവർ എന്ന് നാം വിളിക്കേണ്ടത്. അവർക്ക് ജീവിതം എപ്പോഴും ആനന്ദകരമായിരിക്കും. ജീവിതത്തിന് എന്തെല്ലാം ഗതിവിഗതികൾ ഉണ്ടായാലും സകലതിലും അവർ കാണുന്നത് ഈശ്വരനെ മാത്രമായിരിക്കും. ആ കാഴ്ചയാണ് അവരുടെ ജീവിതത്തെ രമണീയമാക്കുന്നത്.
അങ്ങനെയുള്ള ശ്രീ ഭൂപതേ അല്ലയോ ഹരി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ. അർത്ഥവരണം ഭാഗം 2 ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. മഞ്ജീരമഞ്ജുമണി സിഞ്ചിത പാദപത്മ കഞ്ചായതാക്ഷകരുണാകര കഞ്ചനാഭ സഞ്ജീവന ഔഷധസുധാമയ സാധുരമ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. അർത്ഥവരണം ഭാഗം 2 ഇന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.